പാടായിട്ട് തോന്നിയ സൂപ്പർ കൺമണിയുടെ കോസ്റ്റ്യൂമിൻ്റെ ഫാബ്രിക്, അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഫാബ്രിക്സ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. അതിവിടെ അവൈലബിൾ അല്ല. പിന്നെ അത് ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള ടൈമും നമുക്കില്ലായിരുന്നു. പുറത്ത് പോയി പർച്ചേസ് ചെയ്യാനോ ഒന്നുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ഉണ്ടായിരുന്നു. കാരണം ആ സൂപ്പർ കൺമണി എന്ന് പറയുമ്പോൾ വണ്ടർ വുമൺ കോസ്റ്റ്യൂം ഉണ്ടല്ലോ, അത് ആക്ച്വലി കാണുമ്പോൾ അറിയായിരിക്കും അങ്ങനത്തെ മെറ്റീരിയൽ അല്ല അതിന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ അതേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അവൈലബിൾ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രം എനിക്കൊരു ചലഞ്ചിങ് ആയിരുന്നു. ഇത്രയും ഡിസൈൻ ചെയ്യാൻ ഉള്ളൊരു അവസരമുള്ളൊരു മൂവി ഇനി കിട്ടുമോയെന്ന് എനിക്കറിയില്ല, ഇത്രയും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇതിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇതിനകത്ത് കുറേ ഇയർ കഫ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ചധികം സെർച്ച് ചെയ്ത് ഓൺലൈനിലേക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച്, അത് വരുമോയെന്ന് തന്നെ അറിയത്തില്ലായിരുന്നു പർച്ചേസ് ചെയ്തപ്പം. കാരണം അറിയാത്ത സൈറ്റുകളൊക്കെയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പർച്ചേസ് ചെയ്ത സൈറ്റുകളോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ കുറേ തപ്പി ഇൻട്രസ്റ്റിംഗ് ആയുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് ഇങ്ങോട്ട് എത്തോ ഇല്ലയെന്ന് അറിയില്ല, എന്നാലും അങ്ങ് ചെയ്തു. എന്തോ ഭാഗ്യത്തിന് ഷൂട്ടിൻ്റെ അന്ന് എനിക്ക് കിട്ടി. ഷൂട്ട് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ഉച്ചയായപ്പത്തിന് എനിക്ക് ആ ആക്സസറീസ് കിട്ടി.